ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ്, പത്തിരി അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല സ്പെഷ്യൽ ഫ്ലേവറുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഉണങ്ങിയ ഗ്രീൻ പീസ് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു 1-1.5 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അത് നെകയ്ക്ക് വെള്ളവും ഒഴിച്ചിട്ട് ഗ്രീൻ പീസിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ കേട്ട് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും അത് കറക്റ്റ് പാകത്തിന് വെന്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഓരോ ഗ്രീൻ പീസിനും ഓരോ വേവായിരിക്കും കേട്ടോ. അതുകൊണ്ട് ചിലപ്പം 3 വിസിൽ മതിയായിരിക്കും, ചിലപ്പം 4-5 ഒക്കെ വേണ്ടി വരുവേ. ഇപ്പോൾ കുറച്ച് വലിയൊരു കടായിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സാമാന്യം എരിവുള്ള ഒരു 5-6 പച്ചമുളകും കൂടെ 4ആയിട്ട് മുറിച്ചൊന്നിട്ട് കൊടുക്കുകയാണേ. പിന്നെ നമ്മുടെ സവാളയൊക്കെ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റുവാണേ. പിന്നെ നമുക്കെടുത്ത് റെഡിയാക്കി വെക്കേണ്ടത് ഒരു 1.5-2 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ച് ചതച്ചത്, ഏതാണ്ട് ഒരേ അളവിലെടുത്തിട്ട് ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂണ്, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാലും മതി കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട്, എൻ്റെ ഈ ചാനൽ മീഡിയമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമ്മുടെ പച്ചമുളകും സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് ഫ്രഷായിട്ട് ചിരകിയ ഒരു 1.25 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 3/4 ടേബിൾ സ്പൂണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ലെവലായിട്ട് പെരിഞ്ജീരകം കൂടി ചേർത്ത് 1/2 കപ്പ് അല്ല മാക്സിമം പോയാലൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വരണേ. ഇപ്പം നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പം അതിലോട്ട് ചേർത്ത് കൊടുത്തത് 2 സാമാന്യം വലിപ്പമുള്ള തക്കാളി വളരെ ചെറുതായിട്ട് മുറിച്ചതാണ്. ഇനിയിപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് ഉടയുന്നത് വരെ വഴറ്റി കൊടുക്കണം. പിന്നെ അതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ഇപ്പം ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ലെവലായിട്ട് മഞ്ഞൾപ്പൊടിയുമാണ്. ചെറിയ ഫ്ലെയിമിൽ നമ്മുടെ ഈ പൊടിയൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ട് അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ. ഇത്രയും നേരം ആയപ്പോഴത്തേക്കും നമ്മളുടെ ആ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇല്ലേ, അതിൻ്റെ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിനകത്തോട്ട് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങയും പെരിഞ്ജീരകവും കൂടെ ചേർത്ത് അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് ആ അരച്ച മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണേ. ഗ്രീൻ പീസ് ഒരു 90-95% കുക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ അരപ്പും കൂടെ ചേർത്ത് കുറച്ച് നേരം കുക്ക് ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ 100% അങ്ങ് കുക്ക് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഉപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഉപ്പ് കുറച്ചുകൂടെ വേണം തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാവേ. ചെറിയ ഫ്ലെയിമിൽ അരപ്പിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് പീസിലൊക്കെ ആ അരപ്പിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ഒരുപിടി മല്ലിയില അരിഞ്ഞതും 1-1.5 ടീസ്പൂൺ മാക്സിമം ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണേ. നിങ്ങൾക്കറിയാമല്ലോ, ഗ്രീൻ പീസൊക്കെ ഇരിക്കും തോറും ചാറ് കുറുകും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചൊഴിക്കാം. പക്ഷേ ഞാൻ ചേർക്കുന്നത് നല്ല കട്ടിയുള്ള കുറച്ച് തേങ്ങാപ്പാലും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയാണ് ചേർത്തത് കേട്ടോ. അല്ല, നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കാനില്ല എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പശുമ്പാൽ ചേർത്താലും മതി 1 കപ്പേ. ഞാൻ ആദ്യം 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തത്. കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സ്പാച്ചുലയിൽ നിന്നൊക്കെ ആ ഒരു ആവി പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമേ. ഇപ്പോൾ ഇതേ എല്ലാം കൂടെ നല്ലതായിട്ട് യോജിച്ച് നല്ല മണവും ടേസ്റ്റും എല്ലാം ഒത്തിണങ്ങിയ ഒരു അടിപൊളി പീസ് കറിയാണിത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്താൽ ഒരുപാട് സന്തോഷം. പിന്നെ മുട്ട കഴിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3-4 മുട്ട പുഴുങ്ങിയിട്ടാൽ നമുക്ക് എഗ് പീസ് കറിയുമായി അല്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്